ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 സ്റ്റാൻസകളാണ് നാം നോക്കിയത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ 6 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണുക. അപ്പോഴാണ് അർത്ഥം മുഴുവനായും മനസ്സിലാകുക. മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും മനസ്സിലാക്കാമല്ലോ. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നേരത്തെ തന്നെ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, യൂട്യൂബിൻ്റെ പോളിസികൾ മാറിയത് കൊണ്ട് ചില വീഡിയോകളൊക്കെ ആദ്യം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരൂ, നമുക്ക് തുടങ്ങാം. 6ാമത്തെ സ്റ്റാൻസ നോക്കാം. ഓരോ സ്റ്റാൻസ കഴിഞ്ഞാലും തിരുത്തണിയിൽ എന്ന് തുടങ്ങുന്ന ആ സ്റ്റാൻസ കൂടി ചൊല്ലിയാൽ മാത്രമേ അർത്ഥം മുഴുവനാവുകയുള്ളൂ. സിനത്ത ഉണർ എതിർത്തരണ കളത്തിൽ വെகு കുறைத்தலைகள் சிரித்தெயிறு கடித்து விழி விழித்தலற மோதும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் என துளத்தில் உரை കറുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. ശ്രീ മുരുകന്റെ കയ്യിലുള്ള വേലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നോക്കാം എന്താണെന്ന്. സിനത്ത ഉണർ. സിനം എന്ന് പറഞ്ഞാൽ തമിഴില് കോപം, ദേഷ്യം എന്നൊക്കെയാണ് അർത്ഥം. സിനത്ത ഔണർ. ഔണർ എന്ന് പറഞ്ഞാൽ അസുരന്മാരാണ്. അരക്കർ എന്ന് പറഞ്ഞാലും അസുരന്മാരാണ്. അപ്പോൾ ഈ അസുരന്മാര് ദേവന്മാരോട് വലിയ ദേഷ്യത്തിലാണല്ലോ. അങ്ങനെ അവർ ദേവന്മാരെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവരെ എതിർത്തിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യാണ്. ശ്രീ മുരുകൻ യുദ്ധം ചെയ്യാണ് ഈ ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം അസുരന്മാര് അധർമ്മികളാണ്. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞൊരു വാക്ക് നോക്കൂ. എതിർത്തരണ കളത്തിൽ. കളം എന്ന് പറയുന്നത് യുദ്ധക്കളമാണ്. അസുരന്മാരെ എതിർത്ത് യുദ്ധം ചെയ്യുന്ന യുദ്ധക്കളത്തിൽ അവരുടെ തലകള് സിരിത്തെയിര് കടിത്ത് വിഴി വിഴിത്തലറ മോതും. കുറെ ആളുകളുടെയൊക്കെ ശിരസുകള് വെട്ടി അങ്ങ് നിരത്തി. അങ്ങനെ കുറെ അസുരന്മാരെ സംഹരിച്ചു. ബാക്കിയുള്ള അസുരന്മാരോ ഭയപ്പെട്ട് ഓടിപ്പോയി അവിടെ നിന്ന്. അങ്ങനെ ചെയ്ത ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഭഗവാന്റെ കയ്യിലുള്ള വേല്, ആ വേലിനെ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. തുതിക്കും അടിയവർക്കൊരുവർ കെടുക്കയിടർ നിനക്കിനവർ കുലത്തെ മുതൽ അരക്കളയും എനക്കോർ തുണയാകും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മலை വിരുത്തൻ എനതുളത്തിൽ ഉറേ കറുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. 7ാമത്തെ സ്റ്റാൻസയുടെ അവസാനം പറഞ്ഞ വരി എന്താണെന്ന് നോക്കൂ. എനക്കോർ തുണയാകും. എനിക്ക് തുണയാകുന്ന തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മலை വിരുത്തൻ എനതുളത്തിൽ ഉറേ കറുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. എനിക്ക് തുണയാകുന്ന ഭഗവാന്റെ കയ്യിലുള്ള വേലേ എന്ന് പറഞ്ഞിട്ട് ആ വേലിൻ്റെ ഒരു പെരുമ കൂടി ഈ സ്റ്റാൻസയിൽ പറയാണ്. എങ്ങനെയുള്ള വേലാണത്? തുതിക്കും അടിയവർ. അടിയവർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിച്ച ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്മാര്. ആ ഭക്തന്മാരെ ഭഗവാനെ തുതിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. എപ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന, ഭഗവാനിൽ ശരണം പ്രാപിച്ചിട്ടുള്ള ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരെ ആരെങ്കിലും
ഒരുവർ കെടുക്ക ഇടർ നിനയ്ക്കിനവർ. നിനയ്ക്കുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. എന്ത് വിചാരിക്കുന്നവര്? കെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുക, അവർക്കൊരു ദോഷം വരുത്തുക. ആർക്ക്? ഭഗവാന്റെ ഭക്തന്മാര്. ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുന്നത് പോലെ ഒരു ചിന്ത പോലും ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടായാൽ അവർ ശത്രുക്കളായിരിക്കുമല്ലോ, ആ ഭക്തന്മാരുടെ ശത്രുക്കളായിരിക്കുമല്ലോ. അപ്പൊ അവരെ എന്ത് ചെയ്യും ഈ വേല എന്നാണ് ഇവിടെ പറയുന്നത്. കെടുക്ക ഇടർ നിനക്കിനവർ കുലത്തെ മുതൽ അറക്കളയും. അവരെ മാത്രമല്ല, അവരെയും അവരുടെ കുലത്തിനെ മുഴുവനായും ഭഗവാൻ നശിപ്പിക്കും. ഭഗവാൻ ഭക്തരെ രക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ നശിപ്പിക്കും നശിപ്പിക്കും എന്ന് പറയുമ്പോൾ ഭഗവാൻ നശിപ്പിക്കാനുള്ള ആളാണോ? അല്ല. എന്തിനെയാണ് നശിപ്പിക്കുക? ആദ്യം ഇങ്ങനെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കും. അവരെ നന്നാക്കാനുള്ള ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്ത് അവരെ നന്നാക്കാൻ നോക്കും. അപ്പോൾ ആ ദുഷ്ടത്തരം നശിച്ചാലും ആ ശത്രുക്കൾ നശിച്ചതായിട്ട് കണക്കാക്കാമല്ലോ. അതായത് ശത്രുക്കൾ മിത്രമായി തീർന്നാൽ ശത്രു നശിച്ചുവല്ലോ. അങ്ങനെയും വേണം നമ്മൾ കണക്കാക്കാൻ. അല്ലാണ്ട് എല്ലാവരെയും ഭഗവാൻ കൊന്നൊടുക്കും എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഭഗവാൻ എല്ലാവരുടെയും മനസ്സിൽ സൽചിന്തകൾ ഉണ്ടാക്കിയിട്ട് അവരുടെ ദുഷ്ടചിന്തകളെ മാറ്റിയിട്ട് നല്ലവരാക്കി തീർക്കും എന്നുള്ള ഒരു അർത്ഥം കൂടി ഇവിടെ എടുക്കണം. അപ്പോൾ തുതിക്കും അടിയവർക്കൊരുവർ കെടുക്ക ഇടർ നിനക്കിനവർ കുലത്തെ മുതൽ അരക്കളയും എനക്കോർ തുണയാകും. അങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു തുണയായി വരും. ശത്രുഭാവത്തിൽ ഉണ്ടായിരുന്നവർ പോലും മിത്രങ്ങളായി മാറി അവരിലൂടെയും കൂടിയിട്ട് ഭഗവാൻ നമുക്ക് തുണയായിട്ട് വരും. ഇതൊക്കെ മനസ്സറിഞ്ഞ് ജപിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ആ അനുഭവങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി ഈ സ്തുതിയിൽ എത്ര സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇനി 8ാമത്തെ സ്റ്റാൻസ നോക്കാം. തലത്തിലുള്ള കണത്തൊകുതി കളിപ്പിനുണവழைப்பதென மலர் கமல கரத்தின் முனை விதிர்க்க வளைவாகும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் எனதுளத்தில் உரை കരുത്തന്മയിൽ നടത്ത് ഗുഹൻ വേലേ. തലത്തിലുള്ള എന്നിവിടെ പറയുമ്പോൾ തലം എന്നതിന് അതല പാതാളം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥമല്ല എടുക്കേണ്ടത്. പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ള കണത്തൊകുതി സർവജീവജാലങ്ങൾക്കും കളിപ്പിനുണവழைப்பதென, അതായത് ആ ജീവജാലങ്ങളൊക്കെ അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട്, ഉണവ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ കേഴുമ്പോൾ അവർക്ക് വിശക്കുമ്പോൾ എന്ന അർത്ഥം. മലർ കമല കരത്തിൻ മുനൈ എന്ന് പറഞ്ഞു. അപ്പോൾ മലർ കമലം എന്ന് പറഞ്ഞാൽ കമലം മലർ, കരം എന്ന് പറഞ്ഞാൽ കയ്യ്. അപ്പോൾ ഭഗവാന്റെ താമര ഇതള് പോലെയുള്ള കൈകള്, ആ കയ്യിൽ എന്താ പിടിച്ചിരിക്കുന്നത്? മുനൈ എന്നൊരു വാക്കുണ്ട് ഇവിടെ. അപ്പോൾ വേലിൻ്റെ മുനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ മൃദുവായ ഭംഗിയുള്ള കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വേലിൻ്റെ മുന ഒന്നിങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇളക്കുമ്പോഴേക്കെന്നെ വിതിർക്ക വളയുവാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിക്കുമ്പോഴേക്ക് എന്നെ എന്തായി? ഈ വിശന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം ലഭിച്ചു. ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം തന്നെ പറയാം. ഞങ്ങളുടെ അച്ഛൻ മുരുകഭക്തനായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ഭക്തനായിരുന്നു. വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിലും പഴനിയിലും എല്ലാവരെയും കൂട്ടിയിട്ടാണ് അച്ഛൻ പോകുന്നത്. അവിടെ മിനിമം ഒരു ദിവസമെങ്കിലും താമസിക്കാതെ ഇരിക്കില്ല. 1960, 70കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു സ്ഥിരമായിട്ടൊരു പണ്ടാരം സഹായത്തിനായിട്ടുണ്ടായിരുന്നു. വലിയ ഭക്തനായിരുന്നു. അവിടെ പഴനിയിൽ മുരുകൻ്റെ ക്ഷേത്രത്തിൽ സഹായങ്ങളൊക്കെ ചെയ്തു തരാനുള്ള ആളുകളെ പൊതുവാ പറയുന്നതാണ് ഈ പണ്ടാരം എന്നുള്ള പേര്. അതിൽ ബഹുമാനക്കുറവൊന്നുമില്ല. ബഹുമാനത്തോടുകൂടെ പറയുന്ന ഒരു പേരാണ് പണ്ടാരം എന്നുള്ളത്. ഞങ്ങൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ ആ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനും സംരക്ഷണത്തോടുകൂടി മല കയറ്റാനും ഒക്കെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അച്ഛൻ 1900
71 മരിക്കുന്നത്. മരണം കഴിഞ്ഞ് 15-ാം പക്കം പെലയൊക്കെ പോകുന്ന ദിവസം ഈ പണ്ടാരം പഴനിമലയിൽ നിന്ന് പഞ്ചാമൃതത്തോടു കൂടിയിട്ട് എല്ലാ പ്രസാദങ്ങളുമായിട്ട് അദ്ദേഹം അവിടെ എത്തി. പഴനിയിൽ നിന്ന് ഈ പ്രസാദങ്ങളുമായിട്ട് പാലക്കാട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. എങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തിയതെന്നോ ഈ മരണവാർത്ത അദ്ദേഹം അറിഞ്ഞതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അറിയാനൊരു സാധ്യതയുമില്ല. പക്ഷേ അദ്ദേഹം അവിടെ എത്തി. ഈ ഒരു അതിശയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം മുമ്പ് വന്നതായിരുന്നുവെങ്കിൽ ആ പ്രസാദം അവിടെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പെലയാണല്ലോ. 15-ാം പക്കം അടിയന്തരമായിരുന്നു. അദ്ദേഹവും അവിടെ വന്ന് ആഹാരമൊക്കെ കഴിഞ്ഞ് അതിൽ പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങിയത്. മുരുകൻ്റെ ഒരു കാരുണ്യം, അനുഗ്രഹം, അച്ഛൻ്റെ ഒരു മനസ്സ് എന്നല്ലാണ്ട് എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഹരഹരോ ഹര എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അവിടെ വരാനുണ്ടായിരുന്ന കാരണം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പ്രീവിയസ് വെക്കേഷനിൽ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മല കയറാനൊക്കെ ബുദ്ധിമുട്ട്. ഇന്നത്തെ മാതിരി വിഞ്ചോ പിന്നെ റോപ്പ് വേയോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം കൊണ്ട് പോയില്ല. അപ്പോൾ ആ കാരണം കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഒക്ടോബർ 2 അച്ഛൻ മരിച്ചത്. ഹരഹരോ ഹര, പഴനിയാണ്ടവന് ഹരഹരോ ഹര എന്ന് സ്തുതിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അനുഭവമുള്ളവർക്ക് തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഈ പറഞ്ഞ വരികളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെ. ഇനി 9ാമത്തെ സ്റ്റാൻസ നോക്കാം. பழுத்தமுது தமிழ் பலகை இருக்கும் ஒரு கவிப்புலவன் இசை குறுகி வரை குகையை இடித்து வழி காணும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் என துளத்தில் உரை കരുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലേ. ഈ വരികള് ശിവഭഗവാന്റെ ഒരു പരമഭക്തനായ ഒരു ഭക്ത കവിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ കവിയുടെ പേരാണ് നക്കീരൻ. പഴുത്ത അമുത് തമിഴ് പലകൈ. തമിഴ് ഭാഷ അമുത് പോലെയാണെന്നാണ് ഇവിടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. തമിഴ് ഭാഷയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയണേ പഴുത്ത അമുത് എന്ന് പറഞ്ഞു. അതായത് വളരെ പ്രാചീനമായ ഒരു ഭാഷയാണ് ഈ തമിഴ് ഭാഷ. അത് അമുതുപോലെ അത്രയും എന്താ പറയുക മധുരമുള്ളതാണ് എന്നാണ് പറയുന്നത്. തമിഴ് പലക എന്ന് പറഞ്ഞാൽ ഈ തമിഴ് കവികളുടെയൊക്കെ ഒരു കൂട്ടായ്മ. ഇന്നിപ്പോൾ എല്ലാറ്റിനും ഗ്രൂപ്പുകളുണ്ടല്ലോ, അതുപോലെ അന്നും ഗ്രൂപ്പുകളുണ്ട്. തമിഴ് സംഘം ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മധുരയിൽ പണ്ട് ഉണ്ടായിരുന്നു അത്രേ. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് തമിഴ് പലകൈ എന്ന് പറയപ്പെടുന്നു. ആ ഗ്രൂപ്പുകളിൽ പക്ഷേ എന്താണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ കവിതകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കാവ്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു പ്രധാനിയായിരുന്നു ഈ നക്കീരൻ. അദ്ദേഹത്തിൻ്റെ അറിവ് കാരണം അദ്ദേഹത്തെ ആരും അങ്ങനെ എതിർക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അത്രയും അറിവുള്ള ഒരു ജ്ഞാനിയായ വ്യക്തിയായിരുന്നു. കവി പുലവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുലവൻ എന്ന ഒരു പേരും കൂടെ പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനിയായ കവിയായിരുന്നു. ഇത്രയും വലിയ പരമഭക്തനായ ഈ നക്കീരൻ ഒരിക്കൽ ഗുഹയിൽ അകപ്പെടാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. എന്തായിരുന്നു ആ സന്ദർഭം? ഒരു ചെറിയ കഥയുണ്ട്, പറയാം. ഒരിക്കൽ അദ്ദേഹം നദീതീരത്തിരുന്ന് ശിവപൂജ ചെയ്യുകയായിരുന്നു. ശിവപൂജ ഏതൊരു പൂജയായാലും വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചിട്ടും ഈ ശിവപൂജ. അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. ക്ഷിപ്രകോപിയാണ് ശ്രീ പരമേശ്വരൻ. ഏകാഗ്രത നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഭൂതം, അതായത് നമ്മൾ ഡമൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഭൂതം അവിടെ ഉണ്ടായിരുന്നു. ആ ഭൂതങ്ങളുടെയൊക്കെ ആഹാരം എന്താണ്? മനുഷ്യ ശരീരമാണ് അവരുടെ ആഹാരം. മനുഷ്യ ശരീരം ആഹാരമായി സ്വീകരിക്കുന്നവരൊക്കെ കാനിബോൾസ് എന്നൊക്കെ പറയുമല്ലോ. ഇതിപ്പോൾ ഒരു ഭൂതമാണ്. ഈ ഭൂതം എല്ലാ മനുഷ്യരെയും ആഹാരമായി സ്വീകരിക്കില്ല. ശിവഭക്തന്മാരെ മാത്രമേ ആഹാരമായി സ്വീകരിക്കുള്ളൂ. അപ്പോൾ ശിവഭക്തന്മാരായിട്ടുള്ള മുനിമാരെ അന്വേഷിച്ച് നടക്കും. ശിവഭക്തന്മാരെ ശിവപൂജ ചെയ്യുന്ന സമയത്ത് ഈ ഭൂതം ഇങ്ങനെ കാവലിരിക്കും.
ഇവർ പൂജ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ തെറ്റ് വന്നാൽ ആ തെറ്റ് വന്നവരെയാണ് ഈ ഭൂതം പിടിച്ചോണ്ട് പോകുന്നത്. ഇനി അഥവാ അവർ തെറ്റ് വരാണ്ട കോൺസെൻട്രേഷനോടുകൂടെ ചെയ്യണമെങ്കിലോ ഭൂതം എന്തെങ്കിലും ഒരു സൂത്രം ചെയ്തിട്ട് അവർക്ക് തെറ്റ് വരുത്തിക്കും. അങ്ങനെ തെറ്റ് വരുത്തിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അപ്പം തന്നെ അവരെ ഭക്ഷിക്കില്ല. 1000 ആളെ ഒരുമിച്ച് കിട്ടിയാലേ ഭക്ഷിക്കുള്ളൂ. അത്രയും ആളുകളെ ഒരുമിച്ച് ഭക്ഷിച്ചാലേ ഈ ഭൂതത്തിൻ്റെ വിശപ്പ് അടങ്ങുള്ളൂ. ഇങ്ങനെ 1000 ആളെ തികയുന്നത് വരെ ഈ ശിവഭക്തന്മാരെ അവിടെ അടച്ചു വെച്ചാലും അവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ട ആഹാരാദികളൊക്കെ കൊടുക്കും. 999 ആളെ പിടിച്ച് അടച്ചു വെച്ചിട്ട് ഇനി ഒരാളും കൂടിയേ വേണ്ടു. അപ്പം നക്കീരൻ ഇവിടെ പൂജ ചെയ്യണത് കണ്ടു. ആർക്കും കാണാത്തതുപോലെ അവിടെ മറഞ്ഞു നിന്നു. മായാശക്തികളൊക്കെ ഉള്ളവരാണല്ലോ ഈ ഭൂതങ്ങളും. അങ്ങനെ മറഞ്ഞു നിന്നിട്ട് ഈ പൂജ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നദീതീരത്ത് ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല പറിച്ചിട്ട് നദിയിലത്തെ വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ ആ ഇലയുടെ പകുതി ഭാഗം വെള്ളത്തിലും പകുതി ഭാഗം കരയിലുമായിട്ട് ഇരുന്നു. ആ വെള്ളത്തിലേക്ക് കിടന്ന ഇലയുടെ ഭാഗം ഒരു മീനാവാൻ ശ്രമിക്കണു. കരയിലേക്കുള്ള ഭാഗമോ ഒരു പക്ഷിയാവാൻ ശ്രമിക്കണു. ഈ കാഴ്ച നക്കീരൻ്റെ ഏകാഗ്രതയെ കളഞ്ഞു. അപ്പം ശിവപൂജയിൽ കുഴപ്പമായില്ലേ? ഉടനെ ഭൂതം നക്കീരനെ പിടിച്ചു ഗുഹയെ കൊണ്ടുപോയി അടച്ചു. അവിടെ പോയി നോക്കിയപ്പോഴോ അവിടെ അദ്ദേഹത്തിനെ പോലെ കുറേ ആളുകളുണ്ട്. 999 ആളുണ്ട്. ഇദ്ദേഹത്തിനെയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 1000 ആളായി. അവര് നക്കീരനെ കണ്ടപ്പോൾ സന്തോഷമൊന്നും ആയില്ല. അവർക്ക് ദേഷ്യമായി. കാരണം 1000 തികഞ്ഞാൽ എല്ലാവരും ഇപ്പം ഭക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ നക്കീരനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇത്ര ദിവസം ഞങ്ങൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നു, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? നീ വന്നത് കാരണം ഇപ്പോൾ അയാൾ നമ്മളെയൊക്കെ ഭക്ഷിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാനാണെങ്കിൽ യാതൊരു മാർഗവും ഇല്ല. അപ്പോൾ നക്കീരൻ മുരുകനെ സ്തുതിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ നക്കീരൻ അവിടെ വെച്ച് പാടിയ പ്രസിദ്ധമായ സ്തുതിയാണ് തിരുമുരുകാറ്റ് പടൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മുരുകൻ്റെ സ്തുതി. അത് കേട്ട് ഭഗവാൻ തൃപ്തനായി. ഉടനെ തന്നെ ഭഗവാന്റെ വേല് അവിടുന്ന് അയച്ചു. ആ വേല് ഗുഹയെ തവിട് പൊടിയാക്കി. ഗുഹ ഇരുന്ന സ്ഥലം തന്നെ അറിയാതെയായി. പിന്നെയോ ആ ഭൂതത്തിനെയും നശിപ്പിച്ചു, എല്ലാവരെയും രക്ഷിച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്, ഗുഹയെ ഇടിത്ത് വഴി കാണും. അപ്പൊ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി തെളിച്ചു കൊടുത്തു, അവരെ രക്ഷപ്പെടുത്തി. ആരാണ് രക്ഷപ്പെടുത്തിയത്? ഭഗവാന്റെ കയ്യിലുള്ള വേല്. അപ്പം ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മളും ഈ സ്തുതി ചൊല്ലി ജപിക്കുകയാണെങ്കിൽ, ഏകാഗ്രതയോടുകൂടി ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തടസ്സങ്ങളായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധി ഭഗവാൻ തീർച്ചയായും ഉണ്ടാക്കിത്തരും. നമുക്കൊന്നും കൂടി പറഞ്ഞു നിർത്താം. പഴുത്തമുത് തമിഴ് പലകை இருக்கும் ഒരു കവിപ്പുലവൻ ഇസൈ കുരുകി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാടിയ പാട്ടിന് മനസ്സ് ഉരുകിയിട്ട് ഇസൈ കുരുകി വரை ഗുഹയെ ഇടിത്ത് വഴി കാണും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർഭാഗങ്ങൾ അർത്ഥം പറയാം. അതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം ശ്രീ മുരുകാ ശരണം.